കോഴിക്കോട് ഓടയിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു. പ്രോജക്ട് മാനേജർ, സൈറ്റ് എഞ്ചിനീയർ എന്നിവരെ അടക്കമാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ കരാറുകാരുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ കരാറുകാരുടെ സമീപനമാണ് ഇത്തരത്തിൽ അപകടം വിളിച്ചു വരുത്തിയതെന്ന് മേയർ VKC മുഹമ്മദ് കോയ അടക്കം പറഞ്ഞ സാഹചര്യം പുറത്തെത്തുന്നു. ഒപ്പം ഇന്ന് കരാറുകാരുമായി ബന്ധപ്പെട്ട 3 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എഞ്ചിനീയർ അടക്കം, പ്രോജക്ട് മാനേജർ, സൈറ്റ് എഞ്ചിനീയർ അടക്കമുള്ളവരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി വിനിഷ വൃന്ദാവൻ ചേരുന്നു. വിനിഷ, വിവരങ്ങൾ. അജിംഷാദ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മാൻഹോൾ ദുരന്തത്തിൽ മരിച്ച ഓട്ടോ ഡ്രൈവറായ നൌഷാദിൻ്റെ വീടിന് മുൻപിലാണ്. നൌഷാദിൻ്റെ മൃതദേഹം അല്പസമയം മുമ്പ് മാളിക്കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. വലിയൊരു ജനാവലി, നൌഷാദിൻ്റെ കൂട്ടുകാരും നാട്ടുകാരും അടക്കം നിരവധി പേരാണ് നൌഷാദിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിയത്. അല്പസമയത്തിന് ശേഷം കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൌഷാദിൻ്റെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനായി വീട്ടിലേക്ക് എത്തുമെന്നാണ് നമ്മൾക്കറിയാൻ കഴിയുന്നത്. വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു നൌഷാദിൻ്റെ മൃതദേഹം ഖബർസ്ഥാനിൽ ഖബറടക്കിയത്. വളരെ ജനകീയനായിരുന്നു നൌഷാദ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്കെല്ലാം ഇപ്പോഴും നൌഷാദ് ഇനി ഞങ്ങളുടെ കൂടെ ഇല്ല എന്നൊരു ഞെട്ടൽ നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വസിക്കാറായിട്ടില്ല. വലിയൊരു ഞെട്ടലോട് കൂടി തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും ആ ഒരു സത്യം ഉൾക്കൊള്ളുന്നത്. നമുക്കറിയാം, ഇന്നലെ രാവിലെയോടെയായിരുന്നു 3 പേർ മരിക്കാനിടയാക്കിയ മാൻഹോൾ ദുരന്തം. 2 ഇതര സംസ്ഥാന തൊഴിലാളികളായ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ഭാസ്കർ, നരസിംഹ റാവു എന്നിവർ മാൻഹോൾ വൃത്തിയാക്കാൻ ഇറങ്ങുന്നതിനിടെ വിഷവാതകം ശ്വസിച്ച് മാൻഹോളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഇവരെ രക്ഷിക്കാനായി പോയതാണ് നൌഷാദ്. സമീപത്ത് ഉള്ള കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നൌഷാദ് ഇത്തരത്തിലൊരു അപകടം തൻ്റെ കൺമുന്നിൽ കാണുന്നതും. ഇവരെ രക്ഷിക്കാനായി നൌഷാദ് തൻ്റെ ജീവൻ പോലും ബലിയർപ്പിച്ച് ഇവരെ രക്ഷിക്കാനായി പോയതും ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ട് അന്ത്യം സംഭവിക്കുന്നതും വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ നൌഷാദിൻ്റെ മൃതദേഹം ഖബറടക്കിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ കരാർ എടുത്ത ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീറാം EPS എന്ന കമ്പനിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ജില്ലാ കളക്ടറും കോഴിക്കോട് മേയർ VKC മുഹമ്മദ് കോയ അടക്കമുള്ളവർ കരാറുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് ഇത്തരത്തിൽ 3 പേരുടെ മരണം പൊലിയാനിടയായത് എന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. അതിനെ ശരിവെക്കും വിധം ശ്രീറാം കൺസ്ട്രക്ഷൻസിൻ്റെ 3 ഉദ്യോഗസ്ഥരെ ഇന്ന് കോഴിക്കോട് കസബ CI കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രോജക്റ്റ് ഓഫീസർ രഘു റെഡ്ഡി, സെക്യൂരിറ്റി ഓഫീസർ അലോക് ആന്റണി, ഒപ്പം പ്രോജക്റ്റ് മാനേജർ സെൽവകുമാർ എന്നീ 3 പേരെയാണ് കസബ CI ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് ഉച്ചയോടെ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ കോഴിക്കോട് ജില്ലാ കളക്ടർ 3 പേരുടെയും കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 1 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഒരു വളരെ സാധാരണ കുടുംബത്തിൽപ്പെട്ട നൌഷാദിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായ ഒരു നഷ്ടം നികത്താൻ ഈ തുക അപര്യാപ്തമാണ് എന്ന് തന്നെയാണ് നാട്ടുകാരുടെയും പരാതി. അത്തരത്തിൽ ഒരു ആവശ്യം തന്നെയായിരിക്കും അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്തുമ്പോൾ നാട്ടുകാർ ഉമ്മൻചാണ്ടിയോടും ആവശ്യപ്പെടുക. വിനിഷ വൃന്ദാവനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഓട ദുരന്തത്തിൽ മുങ്ങിമരിച്ച അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച നൌഷാദിൻ്റെ മൃതദേഹം ഖബറടക്കി. ആ വീട്ടിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി വിനിഷ വൃന്ദാവൻ വിവരങ്ങൾ നൽകിയത്. ഒപ്പം കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ കസ്റ്റഡിയിലും എടുത്തു.